നമുക്ക് പാർട്ട് ബി സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് ബിയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ദ മാനുവൽ ഇൻഫോമസ് ദ ബയോ പൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. കിട്ടും നിങ്ങൾക്ക് ആൻസർ ബി. The telemetry device used to provide two-way communication between the generator and clinician എന്നാണ് പറയുന്നത് അല്ലെ. ഓപ്ഷനിൽ എന്തായിരുന്നു? Defibrillators are devices used to supply a strong electric shock to the patient in an effort to convert excessively fast and effective heart rhythm disorders to slower rhythms. Okay, നമുക്ക് പാർട്ട് ബി സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് ബിയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ദ മാനുവൽ ഇൻഫോമസ് ദ ബയോ പൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. കിട്ടും നിങ്ങൾക്ക് ആൻസർ ബി. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ റെക്കോർഡ് പൊട്ടൻഷ്യൽ വോൾട്ടേജസ് ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് ജനറേറ്റഡ് ബൈ നെർവ്സ് ആൻഡ് മസിൽസ്. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് സെയിം ലൈൻ. എന്താണ്? ബയോ സിഗ്നൽസ് ആർ റെക്കോർഡഡ് ആസ് പൊട്ടൻഷ്യൽ വോൾട്ടേജസ് ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് ജനറേറ്റഡ് ബൈ നെർവ് ആൻഡ് മസിൽസ്. ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്നത്? ബയോ സിഗ്നൽസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബയോ പൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ എ. ഇങ്ങനെയാണോ എല്ലാരും എലിമിനേറ്റ് ചെയ്ത ഓപ്ഷൻ എ? ഓക്കെ. Then C. Provide amplification selective to superimposed noise and interference signal. അത് നമുക്ക് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് അല്ലെ. സെക്കൻഡ് ലൈൻ അല്ല, ഒരു ഫോർത്ത് സെക്കൻഡ് ലൈനിൽ നോക്ക്. This signal need to be amplified to make them compatible with which devices such as displays, recorders or AD converters for computerized equipment. Amplifiers adequate to measure these signals have to satisfy very specific requirement. They have to provide amplification selective to the physiological signal, reject superimposed noise and interference signal. നമുക്കിവിടെ എന്താ പറയുന്നത്? റിജക്ട് സൂപ്പർ ഇമ്പോസ്ഡ് നോയിസ് എന്നാണ്. പക്ഷെ ഓപ്ഷൻ സിയില് സെലക്റ്റീവ് ടു സൂപ്പർ ഇമ്പോസ്ഡ് എന്നാണ്. നമുക്ക് സി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റോങ് ആയിട്ടാണ് തന്നേക്കുന്നത്. പിന്നെ ബി amplify biosignals to make them compatible with the devices such as displays or recorders. From the second line, the signals need to be amplified to make them compatible with the devices such as displays, recorders. ഇങ്ങനെയാണോ എല്ലാവരും എടുത്തത്? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? Next, second one. What does this manual tell us about the programmer? Answer beta. കിട്ടിയോ എല്ലാവർക്കും? ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? യൂസ്ഡ് ടു പ്രൊവൈഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ജനറേറ്റർ ആൻഡ് ലെഡ്. പക്ഷെ നമുക്ക് ഒരു തേർഡ് ലൈനായിട്ട് പറയുന്നുണ്ട് ലാസ്റ്റിന്ന്. ഫോർത്ത് ലൈൻ, ദ programmer is the telemetry device used to provide two-way communication between the generator and clinician എന്നാണ് പറയുന്നത് അല്ലെ. ഓപ്ഷനിൽ എന്തായിരുന്നു? ലെഡ് എന്നായിരുന്നു. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എ. പിന്നെ സി, റിട്രാക്ട് എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ഡേറ്റ ഫോർ ഒപ്റ്റിമലി ടൈറ്ററിംഗ് ദ തെറാപ്പി. അത് ലാസ്റ്റ് ലൈനായിട്ട് പറയുന്നുണ്ട്. റിട്രൈവ് diagnostic data that are essential for optimally titering that therapy. ഇവിടെ എന്താ ഡിഫറൻസ് വന്നിരിക്കുന്നത്? ഓപ്ഷനിൽ റിട്രാക്ട് എന്ന് പറയുന്നു. സി റിട്രാക്ട് മീൻസ് എന്താണ്? ഫുൾ ബാക്ക് അല്ലെ. ടെക്സ്റ്റിൽ എന്താ പറയുന്നത്? റിട്രൈവ്. റിട്രൈവ് മീൻസ് റിക്കവറി. ഇവിടെ രണ്ട് മീനിങ് അല്ല, ഇവിടെ ഫുൾ ബാക്ക് ചെയ്യാനും ഇവിടെ റിട്രൈവ് എന്നുമാണ് പറയുന്നത്. സോ ചാർലി റോങ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ആൻസർ ബീറ്റ. Can alter the therapy delivered by the pacemaker. അത് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ആയിട്ട് പറയുന്നുണ്ട്. It can alter the therapy delivered by the pacemaker. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? നിങ്ങൾ വേറെ രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ആ മെത്തേഡ് കൂടി. Okay, third question നോക്ക്. What does this extract tell from a handbook tell us about external defibrillators? ആൻസർ കിട്ടിയോ? എന്തായിരുന്നു? സി. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? യൂസ്ഡ് ഓൺലി ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് ത്രെട്ടനിങ് കാർഡിയാക് റിതംസ്.
only for life threatening cardiac rhythms ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് പറയുന്നത് എന്താണ്? ലാസ്റ്റ് അതായത് ഒരു തേർഡ് ലൈനിൽ നോക്കാം. external defibrillators have been in common use for many decades for emergency treatment of life threatening cardiac rhythms. അതായത് ഈ എമർജൻസി ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് ത്രെട്ടണിങ് കാർഡിയാക് റിതത്തിന് കോമൺ യൂസ് ആണ് ഫോർ ഡീക്കേഴ്സ് ആയിട്ട് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആസ് വെൽ ആസ് ഫോർ ഇലക്ട്രീവ് ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് ത്രെട്ടണിങ് റാപ്പിഡ് റിതം. അപ്പോ ഇലക്ട്രീവ് ട്രീറ്റ്മെന്റിനും അതുപോലെ എമർജൻസി ട്രീറ്റ്മെന്റിനും കോമൺ യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ only എന്ന വേർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, ഇല്ലേ? പിന്നെ ബി used mostly for elective treatment of less threatening rapid rhythm. അങ്ങനെ പറയുന്നില്ല. യൂസ്ഡ് മോസ്റ്റ്ലി അതിനാണെന്നല്ല, നമ്മൾ ആ തേർഡ് ലൈനിൽ തന്നെ പറഞ്ഞേക്കുന്നത് കോമൺ യൂസ് ഫോർ എമർജൻസി ലൈഫ് ത്രെട്ടണിങ് കാർഡിയാക് റിതത്തിനും അതുപോലെ ഇലക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ലെസ് ത്രെട്ടണിങ് റാപ്പിഡ് റിതത്തിനും കോമൺ യൂസ് എന്നാണ് പറയുന്നത്, അല്ലെ? അല്ലാതെ ഇതിനു വേണ്ടി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നു അങ്ങനെ പറയുന്നില്ല. എലിമിനേറ്റ് ചെയ്തിട്ട് സി കൺവേർട്ട് എക്സസീവ്ലി ഫാസ്റ്റ് ആൻഡ് ഇൻഇഫക്റ്റീവ് ഹാർഡ് റിതം ടു സ്ലോവർ റിതംസ്. അത് നമുക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ഒരു സെക്കൻഡ് ലൈൻ തൊട്ട് ഫസ്റ്റ് ലൈനിൽ നോക്കാം. Defibrillators are devices used to supply a strong electric shock to the patient in an effort to convert excessively fast and effective heart rhythm disorders to slower rhythms. ഇവിടെ നല്ല എടുത്ത ആൻസർ എല്ലാരും? ആർക്കും ഡൗട്ട് ഉണ്ടോ തേർഡ് ക്വസ്റ്റ്യനില്? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യന്റെ നോട്ടീസ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട്. കിട്ടിയോ ആൻസർ ചാർലി? ചാർലിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. ചാർലി നോക്കിയേ. വെൻ ആൻഡ് വെയർ ദ വാം വെറ്റ് ട്രീറ്റ്മെന്റ് ഈസ് യൂസ്ഡ് സ്പെഷ്യൽ ഓറൽ കെയർ. ഇവിടെ സ്പെഷ്യൽ ഓറൽ കെയർ എന്ന വേർഡ് ഇല്ല. ആ ഒരു ലൈൻസ് എന്താണ്, ആ ഒരു 3 വേർഡ്സ് ഇല്ല. അത് തെറ്റാണ് കേട്ടോ. ആ ട്രീറ്റ്മെന്റ് ഈസ് യൂസ്ഡ് വരെ ഉള്ളൂ. ഓപ്ഷൻ എ therapeutic uses of showers and bath. ഇവിടെ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് the warm wet treatment includes showers and bath that is used therapeutically in addition to washing. അല്ല, therapeutic uses of showers and bath നെ പറ്റിയാണോ ഇവിടെ പറയുന്നത്? അല്ല. പിന്നെ ബി importance of essential oils in bath therapy. അത് നമുക്ക് തേർഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. എസെൻഷ്യൽ ഓയിൽ ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഇൻ ബാത്ത് തെറാപ്പി. ബാത്ത് തെറാപ്പിയിൽ എസെൻഷ്യൽ ഓയിൽസ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല, അല്ലെ? എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ക്യാൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, പോസിബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് സി വെൻ ആൻഡ് വെയർ വാം വെറ്റ് ട്രീറ്റ്മെന്റ് ഈസ് യൂസ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഈ പാരഗ്രാഫ് ഫുൾ ആയിട്ട് പറയുന്നത് എപ്പോഴും അതുപോലെ എവിടെ ഈ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാന്നാണ് ചാർലി. അത് തന്നെയാണ് ടെക്സ്റ്റ് പറയുന്നത്. നോക്കുക. വാം വെറ്റ് ട്രീറ്റ്മെന്റ് include showers and bath that is used therapeutically in addition to washing. They have overall effect. They used in treatment of scars, burns. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? സ്കാർസിലും ബേൺസിലും. വെൻ എപ്പോഴാണ്? വെൻ പ്രീഹീറ്റിംഗ് ദ ബോഡി ബിഫോർ എക്സസൈസ്, വെൻ റീപ്ലേസിംഗ് ദ ബാൻഡേജ് ആഫ്റ്റർ സർജറി. അപ്പോ ബിഫോർ എക്സസൈസിൽ ബോഡി പ്രീഹീറ്റ് ചെയ്യുമ്പോഴും ആഫ്റ്റർ സർജറി ബാൻഡേജ് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്കാർസിലും ബേൺസിലും ഈ ഒരു തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ആൻഡ് വെയർ. വെൻ എപ്പോഴൊക്കെയാണ്? ബിഫോർ എക്സസൈസ്. വെയർ? ബിഫോർ റീപ്ലേസിംഗ് ദ ബാൻഡേജ് ആഫ്റ്റർ സർജറി, അല്ലെ? അപ്പൊ വെൻ പറഞ്ഞു. വെയർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് സ്കാർസ് ആൻഡ് ബേൺസില്. മനസ്സിലായോ നിങ്ങക്ക്? Fifth question, the guideline established that the healthcare professional should. Answer Charlie. അല്ല, അത് ഫിഫ്ത്ത് സി. അതെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഇനി ഓപ്ഷൻ നോക്ക്.
administer oral hygiene several times per day. ഇവിടെ several times per day ചെയ്യാൻ പറയുന്നില്ല. നമുക്ക് ലാസ്റ്റ് ലൈനിലാണ് ആൻസർ വരുന്നതും ബാക്കി ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നതും. നോക്ക്, oral hygiene must be administered as required several times per day. അപ്പോ ആവശ്യമുണ്ടെങ്കിൽ several times per day നമുക്ക് യൂസ് ചെയ്യാം, അഡ്മിനിസ്റ്റർ ചെയ്യാം. അല്ലാതെ ആൽഫ പറയുന്നത് പോലെ അഡ്മിനിസ്റ്റർ ഓറൽ ഹൈജീൻ സെവറൽ ടൈംസ് പെർ ഡേ അല്ല. അവിടെ എന്തൊരു പറയുന്നുണ്ട്, ആ റിക്വേർഡ് എന്നൊരു വേർഡ് പറയുന്നുണ്ട്. സോ ആൽഫ എലിമിനേറ്റ് ചെയ്തു. Then B, aware of accumulation of mucus in certain patients. അവർ അവെയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഫസ്റ്റ് ലൈനിൽ പറയുന്നത് എന്താണ്? Patient with febrile illness after a stroke with paralysis of facial nerve after surgery after injury or unconscious and dying patients suffer from an accumulation of mucus in their mouth and coated mucous membrane. ഇതെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പേഷ്യൻസിൽ മ്യൂക്കസ് അക്യുമുലേഷൻ ഉണ്ടാകും, അതുപോലെ കോട്ടഡ് മ്യൂക്കസ് മെമ്പറൈൻ എന്നേ പറയുന്നുള്ളൂ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ് അവർ എന്ത് അവെയർ ആയിരിക്കണമെന്ന് പറയുന്നില്ല അല്ലെ? ഇവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഉറപ്പായിട്ടും എന്താ ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ. അവർ എന്താ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഷുഡിന് പകരം നമുക്ക് പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈനിൽ എന്ത് പറയുന്നുണ്ട്? മസ്റ്റ് പറയുന്നുണ്ട് അല്ലെ? ഷുഡ്, മസ്റ്റ്, വിൽ, ഇത് 3 വേർഡ്സും എന്താ കാണിക്കുന്നത്? ഒരു ഷുവർട്ടിയെ കാണിക്കുക, ഉറപ്പായും എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ അവിടെ ഓറൽ ഹൈജീൻ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേഡ് ആസ് റിക്വയർഡ് സെവറൽ ടൈംസ് പെർ ഡേ. അവിടെ നമുക്ക് ചാർലി provide oral care several times per day if needed.